Friends, I'm standing before you to let you know my experience about life, how to come forward in life and not stay within four walls. I am Neeraj George Baby. I'm from Alua. I am a victim of bone tumor and I lost my I lost my leg at the age of 8.5 years due to osteosarcoma, bone tumor. And at that day, I did decide that I would not stay behind four walls, and I will put forward myself to show the world that everybody can do their part and come up to a level where people recognize you, and to show the confidence that differently abled have within their mind. Right now, I'm working as an assistant in the Office of Advocate General Kerala in Ernakulam. I play badminton. I've played several international tournaments representing India in the para badminton world. And one of my hobbies are trekking, and which I really enjoy, to be a naturalist and enjoy nature. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചു നിൽക്കുന്ന ഈ 30-കാരനായ മനുഷ്യൻ ലോകത്തോട് വിളിച്ചോതുന്നത് പതറരുത്, തകരരുത്, ആത്മവിശ്വാസത്തോടെയും അതീവ ജാഗ്രതയോടെയും മുന്നേറണം. ജീവിതം നിങ്ങൾക്ക് സമ്മോഹനങ്ങളായ നിമിഷങ്ങൾ സമ്മാനിക്കും എന്നാണ്. Badminton has always been a passion for me, and this turned into a passion after my operation, that is my amputation. It happened in 1996, June 12th. It was a real challenge that I had to face in life, which I overcame by concentrating more onto a sport, and this really helped me to promote myself and put forward those challenges and come on to a next level where you really expose or you really try and achieve those things which you think you cannot do. And all these opportunities that you get, if you try and convert it into a challenge and take it forward and in a positive way, a real positive way, where you can include your friends, your family, and also with their support, you can move on to the next level. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇടതുകാലിൻ്റെ എല്ലിന് അർബുദമെന്ന രോഗം ബാധിച്ച് കാല് മുറിച്ചു മാറ്റേണ്ടി വന്നു. 8ാം വയസ്സിൽ ക്രച്ചസ് കൂട്ടായി എത്തിയെങ്കിലും ബാഡ്മിൻ്റൺ എന്ന കളിയിലൂടെ അംഗപരിമിതരുടെ ലോക ചാമ്പ്യൻഷിപ്പിൽ ലോക ശ്രദ്ധ നേടി. നീരജ്, ഞങ്ങൾ കുട്ടനെന്ന് വിളിക്കുന്ന നീരജ് സത്യത്തിൽ ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു ദാനം തന്നെയാണ്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും യേശുക്രിസ്തുവിൻ്റെയും സ്പർശനം ഉണ്ടായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു കുഞ്ഞിലെ തന്നെ. പക്ഷെ അത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് വളരെ കുറച്ച് കഴിയുമ്പോഴാണ്, കാലങ്ങൾ കഴിയുമ്പോഴാണ്. അവൻ ഓപ്പറേഷൻ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ 3-ാം ദിവസം ക്രച്ചസിൽ എഴുന്നേറ്റ് നടക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് പ്രഡിക്ഷൻ ഉണ്ടായി, മാഡം യു നീഡ് നോട്ട് ഹാവ് ടു വറി അബൌട്ട് ഹിം, ഹി വിൽ ഡു വണ്ടേഴ്സ്. അത് ശരിയായിരുന്നു അവർ പറഞ്ഞത്. ഹോസ്പിറ്റൽ സ്റ്റാഫ് പറഞ്ഞത് വലിയ ഒരു സത്യമാണെന്ന് ഇന്ന് ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേ ആ അത്ഭുതം തന്നെ, ദൈവത്തിൻ്റെ അത്ഭുതം. ഓരോ നിമിഷവും അവൻ ഓരോ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവൻ്റെ സ്വന്തം പ്രയത്നം എന്ന് പറയുമ്പോൾ ഫിസിക്കലായിട്ടുള്ളത് മാത്രമല്ല, ആ ഒരു സ്പിരിച്വലായിട്ടുള്ള വലിയ ഒരു എനർജി അവന് ലഭിക്കുന്നുണ്ട്. ആ എനർജിയുടെ പുഷിൽ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ ശരിക്കും ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. അവനെ താങ്ങിക്കൊണ്ടുപോകുന്ന എന്ത് ഉണ്ടായാലും അവനെ യാതൊരു പോറലും ഏൽക്കാതെ താങ്ങുന്ന ഒരു വലിയ ശക്തി അവൻ്റെ ചുറ്റുമുണ്ട് എന്നുള്ളത് ഞാൻ ഓരോ നിമിഷവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്.
ഞാൻ രാവിലെ എണീക്കുമ്പോൾ അവന് വേണ്ടി ശരിക്കും ഒരു റോസറി, ഒരു കൊന്ത ചൊല്ലാറുണ്ട്, സമർപ്പിക്കാറുണ്ട്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തമ്പുരാൻ്റെ സംരക്ഷണം, പരിശുദ്ധ കന്യകാമറിയാമിൻ്റെ സംരക്ഷണം, ഇതെല്ലാം അവനെ കൊടുത്തുകൊണ്ടാണ് അവനെ പുറത്തേക്ക് ഇറക്കാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു കൃപയുടെ ഇതൊന്നും അതിന് പറയുക, കൃപയുടെ ഒരു ഭണ്ഡാരമാണ് നീരജ് എന്ന് വേണമെങ്കിൽ പറയാം. ദൈവത്തിൻ്റെ അനുഗ്രഹം മറ്റുള്ളവർക്ക് വലിയ സാധാരണ ഇതുപോലെയുള്ള കുട്ടികൾ അങ്ങ് തളർന്ന് പോകുമ്പോൾ ഇവനെ അങ്ങനെ ഒരു ഇങ്ങനെയാണ്, ഒരു കാലില്ല, അങ്ങനെ ഒരു ഇതാണെന്നൊക്കെ കരുതിക്കൊണ്ട് നമ്മൾ അതുപോലെ ഫാദറാണെങ്കിലും അതുപോലെ കെയർ ചെയ്ത് അങ്ങനെ കൊണ്ടുപോയിട്ടില്ല. നോർമൽ കുട്ടികളെ പോലെ അവനെ വേണ്ട ശിക്ഷണങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് വളർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവൻ എല്ലാ ചലഞ്ചസും ഏറ്റെടുക്കാനായിട്ട് വളരെ എന്തു വെല്ലുവിളിയും ഏറ്റെടുക്കാനുള്ള ഒരു വലിയ ശക്തി അവന് ചെറുപ്പം തുടങ്ങി ഉണ്ടായിരുന്നു. അതിൻ്റെ തെളിവാണ് അവന് ഈ നിമിഷം എപ്പോഴും ഓരോന്നോരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം പുറകിൽ അവനിൽ കന്യകമറിയാമിലുള്ള ശക്തമായിട്ടുള്ള വിശ്വാസം അത് എപ്പോഴും പ്രകടമാണ്. എസ്പെഷ്യലി അവന് ഈ വല്ലാറുപാടത്ത് അമ്മയിലുള്ള വിശ്വാസം. അവൻ ഏതൊരു കാര്യം ചെയ്യാൻ പുറപ്പെടുമ്പോഴും വല്ലാറുപാടത്ത് അമ്മയുടെ വല്ലാറുപാടത്ത് പോയി അവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു മെഴുകുതിരി കത്തിച്ചിട്ട് ഞാൻ വരട്ടെ എന്ന് പറയുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവൻ സ്കോട്ട്ലൻഡിലേക്ക് പോകുമ്പോഴും ആ ലാസ്റ്റ് മൊമെൻറ്റിലാണെങ്കിലും അവിടെ പോയി ഒന്ന് കുമ്പിട്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഏതൊരു സന്ദർഭത്തിലാണെങ്കിലും അവന് കന്യകമറിയാമിൻ്റെ ശക്തമായിട്ടുള്ള കൃപാവരം, താങ്ങ്, തണൽ എല്ലാം അവന് ഉണ്ടെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. ജീവിതത്തിലുടനീളം ആ താങ്ങും തണലും ഉണ്ടാവും. പല അപകട സന്ദർഭങ്ങളിലും യാതൊരു പോറലും ഏർക്കാതെ അവൻ വരുന്ന കാണുമ്പോഴും ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. പത്രങ്ങളിൽ ഓരോ വാർത്തകൾ വായിക്കുമ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു? ഈ താങ്ങും തണലും എവിടെ? ദൈവത്തിൻ്റെ കൃപ മാത്രം, ആ കൃപ, മാതാവിൻ്റെ കൃപ മാത്രം. ഇത് ഞാൻ അനുഭവിച്ച ഓരോ നിമിഷവും, ഇന്ന് ഈ നിമിഷവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കാര്യമാണ്. I have always loved being close to nature, and trekking has always been a part of my life since my college days. During my teenage time, I have enjoyed nature, gone for many treks, mostly in Kerala, including Wayanad. And Wayanad, one of the main treks which I felt is difficult is the Tirunelli trek. Wherein which really there is always a blessing from Saint Mary, wherein which I have had different areas where I felt it's really difficult, even for the normal people, an able-bodied could not achieve, or maybe it's very difficult for them. But yeah, with the grace of Saint Mary, I was able to reach those spots, enjoy nature to the core. And which has really provided me a positive outlook onto what I have to be in life. Stating on to the different challenges that I've faced in trekking, each and every step that I take has to be really careful. I use a crutches to trek, which involves my whole body with my one leg and both my hands and shoulders. So all this strength really comes from inside you, and I believe everybody has that strength within them, which some may find it later in life, some may find it now, or some might have not find it yet. So you always have to look into yourself, deep inside yourself, spend some time, spend your space or in a best space that you can find,
And I believe it's nature, and I have really put in the effort to go into nature, explore myself, and take out my stress. Definitely you guys can also do. Those who think they can't, I'm sure that you guys can do it. പ്രകൃതി സ്നേഹി കൂടിയായ ഈ ചെറുപ്പക്കാരൻ്റെ ആവേശകരമായ ഉദ്യമം വലിയ മലനിരകളെ കീഴടക്കുക എന്നതാണ്. കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ട് നീരജ് കാടും മലയും കയറി തുടങ്ങിയതാണ്. പക്ഷിപാതാളം, ബോഡി നായകനൂർ, കുറുങ്ങണി, മൂന്നാർ, കൊടൈക്കനാൽ ട്രെക്കിംഗ് എന്നിവ നീരജിന് മറക്കാനാവാത്ത അനുഭവമാണ്. ഒരിക്കൽ ഇടയ്ക്കൽ ഗുഹയിൽ ചെന്നപ്പോൾ കയറണോ എന്ന് അധികൃതർ ചോദിച്ചു. മറ്റു സന്ദർശകരുടെ കാലുകളുടെ വേഗത്തെ തോൽപ്പിച്ചാണ് നീരജ് അതിനുള്ള മറുപടി നൽകിയത്. Life is a game, as I believe. Everybody plays their game with their own set of rules and perspectives. We all have our own perspectives in life, and we attain them, and we try to attain them with the challenges that we face by crossing the barriers and by crossing these challenges. One of my challenge in life was my amputation of my leg, and to come over this challenge, I chose a different path, a sport, which is badminton, which took me to the next level, on a level where I was known to the world as a para-badminton player. In 1996, June 12th, I had to undergo an operation in CMC Vellore, and I had to let go my leg, an amputation of my left limb, which didn't put me onto a wheelchair or within the walls. But I moved forward, started playing badminton, played along with normal people, and I have faced challenges in which, hey, I think you should stay back and not play with us. But I took that as a challenge, and I moved forward. I did play in different international levels representing India, won a couple of medals, which is really a boost for myself and those people like me who always faces challenges in life. ഉന്നത പഠനത്തിനായി നീരജ് സ്കോട്ട്ലാൻഡിലേക്ക് പറന്നു. അബർട്ടെ സർവകലാശാലയിൽ ബയോടെക്നോളജിയിൽ ബിരുദാനന്തര ബിരുദം നേടി. ഭിന്നശേഷിക്കാരുടെ ദേശീയ ബാഡ്മിൻ്റൺ മത്സരത്തിൽ വെള്ളി മെഡൽ സ്വന്തമാക്കിയ നീരജ് പ്രതിഭ തെളിയിച്ചു. തൊട്ടടുത്ത വർഷം ഏഷ്യൻ പാരാലിമ്പിക്സ് കപ്പിൽ സ്വർണം നേടിയതിലൂടെ തുടക്കം കുറിച്ചു. അന്താരാഷ്ട്ര നേട്ടം പിന്നീട് ലോകത്തിലെ പല വേദികളിലും ആവർത്തിച്ചു. 2015 ജർമ്മനി വേദിയായ പാരാ ബാഡ്മിൻ്റൺ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് നീരജായിരുന്നു. നമുക്ക് നമ്മുടെ ലൈഫിൽ പല വഴിത്തിരിവുകളുണ്ടായിട്ടുണ്ട്. അതിൽ ആ വഴിത്തിരിവുകളിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ആ വഴിത്തിരിവ് കണ്ടുപിടിച്ച് നമ്മളതിൽ എങ്ങനെ അതിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റുക എന്നുള്ളതാണ് ലൈഫിൽ നമുക്ക് മുന്നേറാനുള്ള ആ ഒരു കരുത്ത് വരുന്നൊരു സമയം. അങ്ങനെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കരുത്താണ് ബാഡ്മിൻ്റൺ. പല വേളകളിൽ ഞാൻ ഒറ്റയ്ക്കാവുകയല്ല, ഒരു ലൈഫിലൊരു എംപ്റ്റീനെസ് ഫീൽ ചെയ്യുന്ന ഒരു സമയത്ത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ഏർപ്പെടണമെന്നുള്ള ആ ഒരു തോന്നൽ വരുമ്പോൾ ആ തോന്നലിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് അത് ലൈഫിലേക്ക് കൊണ്ടുവരിക, തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് എപ്പോഴും ആ ഒരു പോസിറ്റീവായിട്ടുള്ള ആ ഒരു ഔട്ട്ലുക്ക്. ബാഡ്മിൻ്റൺ എൻ്റെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അത് എന്നെ പല രീതികളിൽ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാനിപ്പോൾ
അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിൽ അസിസ്റ്റൻറ്റ് എന്നുള്ളൊരു പോസ്റ്റിൽ വർക്ക് ചെയ്യുന്നു. അതും ബാഡ്മിൻ്റൺ കാരണമാണ്. അപ്പോൾ ആ ഒരു ജീവിതത്തിൻ്റെ ആ ഒരു നിലയിൽ വന്നെത്തണമെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. അത് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പ്രയറാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ആയുധമായിട്ട് ഞങ്ങൾ കാണുന്നത്. പ്രയറില്ലാത്ത സന്ധ്യകൾ വളരെ ചുരുക്കമാണ്. ഞങ്ങളൊത്ത് പ്രയറിന് എല്ലാ സമയത്തും ഇരിക്കുമായിരുന്നു. അതിനുശേഷം ജോലി കിട്ടി പലപ്പോഴും മിസ്സാവാറുണ്ട്, പല ആക്ടിവിറ്റീസ് ഉള്ളതുകൊണ്ട്. ഇപ്പോഴും നീരജിനെ സംബന്ധിച്ച് എല്ലാ സപ്പോർട്ടും ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വല്ലാർപാടത്തമ്മയിലുള്ള നീരജിൻ്റെ വിശ്വാസം എടുത്തു പറയേണ്ടതാണ്. ഏതൊരു ഉദ്യമത്തിനും പോകുന്നതിനു മുൻപ് അമ്മയുടെ മുന്നിൽ ചെന്ന് അമ്മയെ ഒന്ന് ദർശിച്ച് മെഴുകുതിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചിട്ടേ അവൻ പോകാറുള്ളൂ. ജീവിതത്തിൻ്റെ പല പ്രതിസന്ധികളിലും ദൈവം എന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ള ആ ഒരു ആത്മവിശ്വാസം എനിക്കെന്നും ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് എൻ്റെ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത്, ഓപ്പറേഷൻ നടക്കുന്നതിന് മുമ്പായി എന്നോട് എൻ്റെ ഡോക്ടർ ചോദിച്ച ഒരു കാര്യം, മോനെ, നിനക്ക് നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിസിഷൻ, ഒരു തീരുമാനമെടുക്കേണ്ട സമയമായി. അത് നിനക്ക് കാലാണോ വേണ്ടത്, ജീവിതമാണോ വേണ്ടത് എന്നുള്ളത് നീ തീരുമാനിക്കണം എന്നുള്ളതാണ്. 8.5 വയസ്സിൽ ആ ഒരു തീരുമാനമെടുക്കാൻ ഞാൻ ആദ്യം ഒന്ന് പകച്ചു. അതിനുശേഷം ദൈവത്തിനോട് ഞാൻ ചോദിച്ചു, എന്താണ് അങ്ങയുടെ ആഗ്രഹം എന്താണ്? എനിക്ക് ഒരു മറുപടി കിട്ടി, ജീവിതം, അതാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരിക്കണം നമ്മുടെ ഓരോ ചുവടെടുപ്പും. അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പാലിക്കുകയും ഇതുവരെ ദൈവം എന്നോടൊപ്പം സഹായിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ ഈ ഒരു നിലയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എത്തി എന്നുള്ളതാണ് സത്യം. കരുണാമയനേ